Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാണ്ടിക്കാട് ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പാണ്ടിക്കാട് ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങ് പാണ്ടിക്കാട് BTS ഓഡിറ്റോറിയത്തിൽ വളപ്പില കമ്മ്യൂണിക്കേഷൻസ് MD-യും ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയുമായിരുന്ന ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം ചെയ്തു. കാലത്തും ആ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളോട് വളരെ മമതയോടുകൂടി ചെയ്യുന്ന ക്ലബ്ബുകൾ പലപ്പോഴും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സേവനത്തെ നെഞ്ചോട് ചേർത്ത് ചെയ്യുന്ന ചുരുക്കം ചില ക്ലബ്ബുകളിൽ നോക്കുമ്പോൾ അതിലൊരു മാതൃകയാണ് പാണ്ടിക്കാട് ലയൺസ്. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വായിച്ചപ്പോഴും ആ ഹ്യൂമാനിറ്റി രംഗത്ത് നമ്മൾ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ വായിച്ചു. ഒരിക്കൽ കൂടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങൾ കഴിഞ്ഞ വർഷം ഗവർണർ അനിൽകുമാർ നൽകിയ ശക്തമായ സപ്പോർട്ടിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വരും തലമുറ വരുന്ന പ്രസിഡന്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചു. എനിക്ക് ആദ്യമേ എനിക്കറിയാം അജയ് രാഘവനെ കുറിച്ച്. അദ്ദേഹം ഈ രംഗത്ത്, ഈ പാലിയേറ്റീവ് രംഗത്ത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്ററിയൻ രംഗത്ത്, അല്ലെങ്കിൽ സോഷ്യൽ രംഗത്ത്, അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷവും ഒട്ടും പുറകേക്കല്ല, ശക്തമായ ഇരട്ടി മുതൽ നൽകിക്കൊണ്ട് ഈ ക്ലബിനെ വിജയിപ്പിക്കുമെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. അവർക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂൺ 30 നമ്മളുടെ ഗ്രാഫ് ക്ലോസ് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത സേവന പ്രവർത്തനങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ മൊത്തത്തിൽ വന്ന ഒരു കണക്ക്, അത് ഒരു കൊല്ലത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഏകദേശം നമ്മൾ 19 ലക്ഷം പ്രൊജക്ടുകളാണ് ലോകത്തിലെമ്പാടും ചെയ്തത്. 19 ലക്ഷം പ്രൊജക്ടുകൾ. അതിൽ ഒരുപക്ഷെ 4000-5000 പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ 318 D1-ന്റെ ഒരുപക്ഷെ അതിലുണ്ടാവാം. ഏകദേശം 600 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം ഈ 50,000 ക്ലബ്ബുകൾ കൂടി ചെയ്തിട്ടുള്ളത്. 600 കോടി രൂപയാണ് ACF ലോകത്തിൽ ആകമാനം സപ്ലൈ ചെയ്തത്. അപ്പൊ അത്രയും വലിയ ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പറയുകയല്ല, പ്രവർത്തിക്കുകയാണ്. ചടങ്ങിൽ പ്രസിഡന്റ് കാസിം പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ജെയിംസ് മഞ്ഞാടിയിൽ സ്വാഗതം പറഞ്ഞു. ക്ലബ് സെക്രട്ടറി സേതുമാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 D1 കോർ ക്യാബിനറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കിഷോർ മുട്ടത്ത്, അഡ്വക്കേറ്റ് പ്രസാദ്, നാരായണനുണ്ണി, ടോം ഐസക്, സിബി വയലിൻ, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് സുരേഷ്, ഏരിയ ചെയർപേഴ്സൺ ഷീജ റോയ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളെ ചേർക്കലും ജെയിംസ് പോൾ വളപ്പില നിർവഹിച്ചു. ഈ വർഷത്തെ എല്ലാ പ്രവർത്തന മേഖലയിലും ഞങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഞങ്ങൾ ഏറ്റെടുത്ത പദവി ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുമെന്നും നിങ്ങൾക്ക് മുമ്പാകെ ഉറപ്പു നൽകുന്നു.
പുതിയ പ്രസിഡന്റായി ഡോക്ടർ അജയ് രാഘവനും സെക്രട്ടറിയായി MA വിറ്റാജും ട്രഷററായി VS ജോസഫും ചുമതലയേറ്റെടുത്തു. തുടർന്ന് പുതിയ പ്രസിഡന്റായി ചാർജ് എടുത്ത ഡോക്ടർ അജയ് രാഘവൻ പുതിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പ്രദേശത്തുമുള്ള 3 കുട്ടികൾക്ക് അവരുടെ പഠന ചെലവ് LP, UP, ഹൈസ്കൂൾ, ഗ്രാജുവേറ്റ് തലം വരെ, ഇപ്പോൾ നമ്മൾ LP സ്കൂളിലാണ് അത് കണ്ടെത്തുക, 3 പേരുടെ പഠന ചെലവ് അവർക്ക് ജോലി ലഭിക്കുന്നതുവരെ ലയൺസ് ക്ലബ് ഓഫ് പാണ്ടിക്കാട് ഏറ്റെടുക്കുന്നു. ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഇതിന്റെ തുടർച്ചയായി ക്യാൻസർ രോഗിയായ ഒരാളുടെ കുടുംബത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഒരു സൈക്കിൾ വാങ്ങുന്നതിനുള്ള ധനസഹായവും ചടങ്ങിൽ ഗവർണർ വിതരണം ചെയ്തു. സാമൂഹിക നന്മ പ്രധാന കർത്തവ്യമായി ഏറ്റെടുത്താണ് പാണ്ടിക്കാട് ലയൺസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ക്ലബ് അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, വിവിധ ലയൺസ് ക്ലബ്ബിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. A+ വിഷൻ, പാണ്ടിക്കാട്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.